സോഷ്യൽ മീഡിയയിലൂടെ താരമായി മാറിയ നിരവധി പേരുണ്ട്. അക്കൂട്ടത്തിൽ ഒരാളാണ് വ്ളോഗർ ഉണ്ണിമായ. മേക്കപ്പ് ടിപ്സ് വീഡിയോകളിലൂടെയാണ് ഉണ്ണിമായ സോഷ്യൽ മീഡിയയിലെ താരമായി മാറിയത്. അടുത്തിടെ ബസിംഗ ഷോയിലൂടെ മിനി സ്ക്രീൻ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ അവതരണ ശൈലിയിലാണ് ഉണ്ണിമായയെ ആരാധകർക്ക് പ്രിയങ്കരിയാക്കിയത്. സൗന്ദര്യ സംരക്ഷണം സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും ഉണ്ണിമായയുടെ കയ്യിൽ പൊടിക്കൈകൾ ഉണ്ടാകാറുണ്ട്. 2 മില്യണിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഉണ്ണിമായയുടെ യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം. യൂട്യൂബിന് പുറമെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമെല്ലാം ഒരുപാട് പേർ ഉണ്ണിമായയെ ഫോളോ ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് തൻ്റെ സ്വന്തം വിശേഷങ്ങളുമൊക്കെ ഉണ്ണിമായ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട്. യൂട്യൂബിൽ തിളങ്ങി നിൽക്കുന്ന സമയത്താണ് ഉണ്ണിമായ വിവാഹിതയായത്. ആയുർവേദ ഡോക്ടറായ ലെസ്ലി ജോസഫാണ് ഉണ്ണിയുടെ ഭർത്താവ്. 2 വർഷം മുൻപായിരുന്നു ഇവരുടെ വിവാഹം. വിവാഹത്തിന് ശേഷം ഇടയ്ക്ക് ഒന്നിച്ചുള്ള വീഡിയോകളും മറ്റുമായി ഉണ്ണിമായയും ലെസ്ലിയും എത്തിയിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലമായി ഇവർ ഒന്നിച്ചുള്ള വീഡിയോകളൊന്നും കണ്ടിരുന്നില്ല. അതോടെ ഡിവോഴ്സ് ആയോ എന്ന ചോദ്യവുമായി ചിലർ എത്തിയിരുന്നു. ഇപ്പോഴിതാ ആരാധകരുടെ നിരന്തരമായുള്ള ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകുകയാണ് ഉണ്ണിമായയും ലെസ്ലിയും. ചാനലിൽ പങ്കുവച്ച പുതിയ Q&A വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. ചെറിയ അടിയും വഴക്കും പിണക്കങ്ങളും ഇണക്കങ്ങളും ഒക്കെയായി ജീവിതം മുൻപോട്ട് പോവുകയാണ് എന്നാണ് ഉണ്ണിമായയും ലെസ്ലിയും പറയുന്നത്. ഡിവോഴ്സ് ആയോ എന്നാണ് പലരുടെയും ചോദ്യം. ആകുമ്പോൾ അറിയിക്കാമെന്നും ഇരുവരും പറഞ്ഞു. കണ്ടാൽ പ്രശ്നം, കണ്ടില്ലെങ്കിൽ പ്രശ്നം. എല്ലാം പ്രശ്നങ്ങളാണല്ലോ. ഞാൻ ഇപ്പോൾ കോഴിക്കോടാണ്. ആഴ്ചയിൽ 1 ദിവസം ഒക്കെയാണ് ഇങ്ങോട്ടേക്ക് എത്തുക. പിന്നെ കൊല്ലത്തെ വീട്ടിൽ പോണം. ആകെ തിരക്കായിരിക്കും. അത് തന്നെയാണ് വീഡിയോസിൽ കാണാത്തത്. ഇതുവരെ ഞങ്ങൾ തമ്മിൽ കുഴപ്പങ്ങളൊന്നുമില്ല. സന്തോഷത്തോടെയാണ് പോകുന്നത്, ലെസ്ലി പറഞ്ഞു. രണ്ടാളും എല്ലാ കാര്യത്തിലും വ്യത്യസ്തരാണ്. പരസ്പരം ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ തുറന്ന് സംസാരിക്കാറുണ്ട്. വഴക്കുണ്ടായാൽ ഫോണൊക്കെ മാറ്റി വച്ചുകൊണ്ട് വിഷയങ്ങൾ പറഞ്ഞു സോൾവ് ചെയ്യാറുണ്ട്, ഇരുവരും പറഞ്ഞു. പേഴ്സണൽ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. ചോദിക്കരുത് എന്ന് പറയാറില്ല. കുട്ടികളായില്ലേ എന്നുള്ള ചോദ്യങ്ങളാണ് കൂടുതലും കേൾക്കുന്നത്. 30 വയസ്സിന് ശേഷം കുട്ടികൾ ജനിച്ചാൽ ഓട്ടിസം വരും എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിന് സാധ്യത ഉണ്ടാകാം. എന്നാൽ സെലിബ്രിറ്റികൾക്കൊക്കെ എത്രയോ പ്രായമായിട്ടാണ് ഗർഭിണിയാകുന്നത് എന്നും ഉണ്ണിമായ പറഞ്ഞു.